നമ്മൾ വീട്ടിലിരുന്ന് ഓണസദ്യ കഴിക്കുന്ന അതേ ഫീലായിരുന്നു ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് എനിക്ക് ഫുഡ് കഴിച്ചപ്പോൾ കിട്ടിയത്. എല്ലാം ഒന്നിനൊന്നിന് മെച്ചം അടിപൊളി ടേസ്റ്റായിരുന്നു. കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് ഊണ് കഴിക്കുന്ന അതേ ഫീലായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ഫാമിലിയിലെ ഒപ്പീനിയൻ എനിക്കറിയത്തില്ല. പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണിത്. എന്താ പറയുക, പറയാൻ വാക്കുകളില്ല, അത്രമാത്രം ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്, ഈ ഒരു സദ്യയ്ക്കുള്ളത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്താൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ എപ്പോഴേ കഴിക്കത്തുള്ളൂ. അമ്മാതിരി ടേസ്റ്റായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പറയണേ. അപ്പം ബാക്കി ഉള്ള ഡീറ്റെയിൽസൊക്കെ അവർ പറയും. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഫുള്ള് ക്ലീനാണ്. വന്നിരുന്ന് സ്വസ്ഥതമായിട്ടും സമാധാനമായിട്ടും ഇന്ന് കഴിക്കാൻ പറ്റും. ഒരു ഇറിറ്റേഷനും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഫുൾ മൈൻഡായിട്ട് വന്നിരുന്ന് കഴിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ ബാക്കി ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ ഇതിൻ്റെ ഓണർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പറയുമ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എൻ്റെ പേര് അഖിൽ. ഞങ്ങളുടെ കൊല്ലം ആശ്രാമത്ത് നായഴ്സ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് റെസ്റ്റോറൻറ്റ് ലമാസിയ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫുഡ് ഏതൊക്കെയാണ്? ഫുഡ് നമ്മളിവിടെ മെയിനായിട്ട് കൊടുക്കുന്നത് തലശ്ശേരി ബിരിയാണി, റാവുത്തർ ബിരിയാണി, പിന്നെ നമ്മുടെ നോൺ വെജ് മീൽസ്, വെജ് മീൽസ്. റാവുത്തർ ബിരിയാണി എന്ന് പറയുമ്പോൾ എങ്ങനത്തെ സംഭവമാണ്? റാവുത്തർ ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട്, കോയമ്പത്തൂർ സ്റ്റൈൽ ബിരിയാണി. അത് ഫുള്ളി ഫ്ലേവേർഡാണ് റൈസ്. ഇപ്പോൾ തലശ്ശേരി എന്ന് പറയുമ്പോൾ റൈസ് വേറെ, പിന്നെ മസാല വേറെ, അങ്ങനെ സെപ്പറേറ്റ് ദമ്മാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് എല്ലാ റൈസും ഫ്ലേവേർഡ് ആയിരിക്കും. അങ്ങനെയാണ് അത് വരുന്നത്. നമ്മുടെ ഈ ആമ്പൂർ ബിരിയാണി, ആമ്പൂർ ബിരിയാണിയുടെ വേറെ വെർഷനാണ്. അപ്പം എന്നാണ് ചേട്ടാ, അടിപൊളിയായിരുന്നു. അടിപൊളി ബിരിയാണിയായിരുന്നു. എൻ്റെ എല്ലാ ഫാമിലിയും ഇവിടെ വന്ന് കഴിക്കണം. നല്ല ബെസ്റ്റ് ബിരിയാണിയാണ്. ഇതിൻ്റെ പ്ലേസ് എല്ലാം എവിടെയാണെന്ന് ഈ ചേട്ടൻ പറഞ്ഞു. ഇത് വന്നിട്ട് നമ്മുടെ നായഴ്സ് ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങിലോട്ട് കയറുന്ന റോഡാണ്. കീർത്തിനഗറിൻ്റെ റെസിഡൻസ് റോഡാണ്. അതായത് നായഴ്സിൻ്റെ മതിലിനോട് ചേർന്ന് അകത്തോട്ട് കിടക്കുന്ന റോഡ്. വരുമ്പോൾ നായഴ്സിൻ്റെ മതിലിനോട് ചേർന്ന് കീർത്തിനഗറിൻ്റെ ആർച്ച് ഉണ്ടാകും. ആ ആർച്ച് അകത്തോട്ട് കയറുമ്പോൾ ജസ്റ്റ് ഒരു 50 മീറ്റേഴ്സ് കയറി വരുന്നതാണ് റൈറ്റ് സൈഡിൽ ലമാസിയ റെസ്റ്റോറൻറ്റ്. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ് ഇവിടെ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ മറ്റേ പാലക്കാട് ബിരിയാണി അത് വേറെ ലെവൽ ടേസ്റ്റ്. പക്ഷേ ഇവിടെ ഊണുണ്ട്. നമ്മളിപ്പം വീട്ടിൽ കഴിക്കുന്ന സദ്യ ഉണ്ടല്ലോ, സദ്യ, ആ സദ്യയുടെ ടേസ്റ്റാണ്. എല്ലാ വിഭവമായിട്ടുള്ള സംഭവം, സമൃദ്ധിയായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഓണത്തിന് നമ്മൾ ഫുഡ് കഴിക്കണം എങ്ങനെയാണ് അതേപോലെ. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ എന്താ പറയുക? മീൽസ് നമ്മളിവിടെ ഇപ്പോൾ മീൽസ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1 വീക്ക് ആവത്തുള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഉദ്ദേശിച്ച മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് മീൽസിൻ്റെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലും ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് അവരുടെ കൂടെ ഇരിക്കുന്നവരായിരിക്കും ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഫുഡ് കൊടുക്കുകയാണെന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ 120 രൂപയ്ക്ക് വാഴയിലയിൽ ഒരു 4 കൂട്ടം തൊടുകറിയും അച്ചാറും പരിപ്പും പപ്പടവും മീൻ കറിയും മീൻ വറുത്തതും ബീഫ് കറി അടക്കം ഒരു 120 രൂപയ്ക്ക് നമ്മളൊരു ബഡ്ജറ്റ് മീൽസ് എന്നുള്ള രീതിയിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ മൈൻഡിൽ ഇപ്പോൾ കയറി വന്നതെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ ഫുഡൊക്കെ കഴിച്ച് ഓക്കെ ആയിട്ട് ക്ലിയർ ആയിട്ട് ഫുള്ളായിട്ട് MD ആയിട്ടല്ല ഫുള്ളായിട്ടിരിക്കുന്ന സമയം. MD എന്ന് വെച്ചാൽ ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത്, നമ്മൾ കാലിയായിട്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് MD എന്ന് പറയുന്നത്. അപ്പം വയറ് കാലിയായിട്ടിരിക്കുന്ന സമയത്ത് എന്താ പറയുക, എനിക്കൊരു ലൈം ജ്യൂസ് ഉണ്ടല്ലോ, അത് അല്ല ഞാൻ ചോദിച്ചില്ല ഈ ചേട്ടൻ എടുത്തില്ലേ, ചോദിച്ചില്ല. എനിക്ക് സ്പെഷ്യലായിട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചേട്ടൻ്റെ പേരൊക്കെ ഒന്നും പറയാമോ? എൻ്റെ പേര് അഖിൽ. അപ്പം എല്ലാവരുടെ വരിക. നല്ലൊരു സ്പോട്ടാണ്. ആ സ്പോട്ടിൻ്റെ പേര് ഒന്നും കൂടെ ഞാൻ ഇവിടെ റിവീൽ ചെയ്യും. അപ്പോൾ ഒന്നും കൂടെ പറയാമോ? റെസ്റ്റോറൻറ്റ് ലമാസിയ. എവിടെ വരുന്നത്? നായഴ്സ് ഹോസ്പിറ്റൽ, കൊല്ലം നായഴ്സ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. അപ്പം ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നു.